തിരുവനന്തപുരം ശംഖുമുഖത്ത് വള്ളം മറിഞ്ഞ് മത്സ്യത്തൊഴിലാളിയെ കാണാതായി. ശംഖുമുഖം സ്വദേശി മഹേഷിനെയാണ് കാണാതായത്. ഗോപാൽ ശിലാസനലുണ്ട് വിവരങ്ങൾ നൽകാനായി. ഗോപാൽ, ഇപ്പോൾ ഇവർക്കായുള്ള തെരച്ചിൽ പുരോഗമിക്കുന്നുണ്ടോ? പ്രത്യേകിച്ച് ഈ കടലിൽ പോകരുതെന്നുള്ള ജാഗ്രതാ നിർദ്ദേശമൊക്കെ നിലനിരുന്നൊരു സമയത്ത് കൂടിയാണ് ഇത്തരമൊരു അപകടമുണ്ടായത്. എങ്ങനെയാണ് തെരച്ചിൽ പുരോഗമിക്കുന്നത്? ജെൽസി, ശംഖുമുഖത്ത് ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മത്സ്യബന്ധന വള്ളങ്ങൾ അപകടത്തിൽപ്പെടുന്ന അത്തരത്തിലേക്കുള്ള സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെ 7 മണിക്കാണ് ഈ അപകടമുണ്ടാകുന്നത്. ശംഖുമുഖത്ത് നിന്നും ഒരു മത്സ്യബന്ധന നമുക്ക് ആ ദൃശ്യങ്ങൾ ഇപ്പോൾ കാണിക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നു. ഒരു വള്ളത്തിൽ 2 പേരാണ് പോയത്. ഒന്ന് മഹേഷ്, ഒന്ന് വിൻസെന്റ്. 2 പേരും കൂടി ഇവിടെ നിന്ന് വിഴിഞ്ഞത്തേക്കും വിഴിഞ്ഞത്ത് നിന്ന് മത്സ്യബന്ധനത്തിന് വേണ്ടി പോകുന്നതിനും വേണ്ടിയിട്ടായിരുന്നു ഇവരുടെ പ്ലാൻ. അങ്ങനെ ഇവിടെ നിന്ന് പുറപ്പെട്ട ആ ഒരു ദൃശ്യം, അതായത് നമുക്ക് ദൂരെ കാണുന്ന ഒരു ചെറുവെള്ളം നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ആ വള്ളം ഇപ്പോൾ തെരച്ചിൽ നടത്തുന്ന പ്രദേശത്ത് വെച്ചാണ് ഈ അപകടം ഉണ്ടാകുന്നത്. അവിടെ വെച്ച് ശക്തമായ തിരമാലയിൽപ്പെട്ട് ഈ വെള്ളം മറിയുകയായിരുന്നു. ഇത്തരത്തിൽ മറിഞ്ഞ കൂടെ ഉണ്ടായിരുന്ന വിൻസെന്റ് എന്ന വ്യക്തി നീന്തി രക്ഷപ്പെട്ടു. എന്നാൽ മഹേഷ് തിരയിൽപ്പെട്ട് കാണാതാവുകയായിരുന്നു. ആദ്യഘട്ടത്തിൽ മഹേഷ് അവിടെ ഇത്തരത്തിൽ ഒരു തന്നാലാവുന്ന തരത്തിലേക്കുള്ള ഒരു തെരച്ചിലൊക്കെ നടത്തിയിരുന്നുവെങ്കിൽ പോലും അത് വേണ്ട ഫലം കണ്ടില്ല. ഒടുവിൽ സ്വന്തം നില ചവിട്ടി നിൽക്കാൻ പറ്റാതായതോടുകൂടി അദ്ദേഹം കരയിലേക്ക് നീന്തുകയായിരുന്നു. ഇപ്പോൾ ഈ മഹേഷിനൊപ്പം ഉണ്ടായിരുന്ന വിൻസെന്റ്, അദ്ദേഹം നമ്മോടൊപ്പം ചേരുകയാണ്. ചേട്ടാ, ആരോഗ്യമൊക്കെ എങ്ങനെയുണ്ട്? അവശനായി തന്നെ കരയ്ക്ക് വന്നത്. എന്നെ പിടിച്ചാണ് വലിച്ചു കയറ്റിയത്. കടലടിച്ച് ഭയങ്കര ഇതായി പോയി. ഞാനും പോകേണ്ടതാണ്. എന്താ ശരിക്കും സംഭവിച്ചത്? എന്താ എഞ്ചിന് വെള്ളം സ്റ്റാർട്ട് ചെയ്ത് ഓടിപ്പോയി. ഉള്ളിൽ പോയതിനു ശേഷമാണ് ഒരു തിരവൊന്ന് അടിച്ച് വെള്ളം കമന്നു. രണ്ടുപേരും ഉണ്ടായിരുന്നു. ഞങ്ങൾ 2 പേരും കുറച്ചു നേരം നീന്തി പിടിച്ച് നിൽക്കാൻ വേണ്ടി പറ്റിയില്ല. അവനെ കൊണ്ട് പിടിക്കാൻ വേണ്ടി പറ്റില്ല. എൻ്റെ കൂടെ ഉണ്ടായിരുന്നതാണ്. തിരിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ആളെ കാണാനില്ല. എൻ്റെ കൂടെ വന്ന ആളെ കാണാനില്ല. ഞാൻ എന്നിട്ട് അവശനായി ചേട്ടൻ പരമാവധി കരയിലേക്ക് നീന്തി കയറാൻ ശ്രമിച്ചു. ഇവിടെ വന്നപ്പോൾ ആൾക്കാരെല്ലാം ഇവിടുത്തെ ആൾ വന്ന് എന്നെ കമ്പായിട്ട് എന്നെ ഇങ്ങനെ വലിച്ചു കയറ്റി. മഹേഷ് ഒപ്പം നീന്തുന്നുണ്ടായിരുന്നു? ഇവിടെ ഉണ്ടായിരുന്നു. എന്നോട് കുറച്ച് കടലടി വരെ ഉണ്ടായിരുന്നതാണ്. ഒരു 5-6 മിനിറ്റ് വരെ എൻ്റെ കൂടെ 4-10-15 കടലടിക്കുന്നവരെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാനും ഇതായി തീർന്ന് ഞാനെനിക്ക് വയ്യാതായി. 2 പേരും നീന്തി 2 പേർക്ക് നീന്താന്ന് പറഞ്ഞാൽ അങ്ങനെ വന്നതിൽ പിന്നെ ബാഗിൽ 2-3 കടലടിച്ചതിന് ശേഷം പിന്നെ നോക്കിയപ്പോൾ ആളെ കാണാനില്ല. ആള് പോയി. നിങ്ങൾ ഈ വിഴിഞ്ഞത്തേക്ക് പോകാമായിരുന്നോ? വിഴിഞ്ഞത്ത് പോകാനാണ് പോയതാണ്. ഇന്ന് ഇവിടെ കരയിരുന്നതാണ്. പണിക്ക് പോകാൻ പോയതല്ല. വിഴിഞ്ഞത്ത് കൊണ്ടിട്ടുണ്ട് നാളെ പണിക്ക് പോകാന്നുള്ള ഇതിന് പോയതാണ്. ഇത് കടലടിച്ച് കൂടെ തന്നെ പയ്യനും പോയി. ഇപ്പോൾ തെരച്ചിൽ നടക്കുകയല്ലേ? തെരച്ചിലെന്ന് പറഞ്ഞാൽ ഇനിയിപ്പം പോലീസ് കാർഡ് കൊടുത്തിട്ടുണ്ട്. അവർ വന്നാലേ പോലീസോട് ഒന്ന് തെരച്ചിൽ നടക്കും. കറക്റ്റ് എത്ര മണിക്കായിരുന്നു വെള്ളം ചരിഞ്ഞത്? കടലടിച്ചപ്പോൾ 8-10 വീഡിയോ അവർ പിടിച്ചിട്ടുണ്ട്. 8-10 ഒന്ന് ആരോഗ്യം ആശുപത്രിയിലൊക്കെ പോകുന്നത് നന്നായിരിക്കും തോന്നുന്നു. കുഴപ്പമില്ല. നമ്മൾ ഈ കടലിൽ കിടന്നീന്തിൻ്റെ പിറകെ ഇതില്ല. എനിക്കൊന്നും തോന്നിയില്ല. വെള്ളം ഒരുപാട് കുടിച്ചെങ്കിലും മുക്കിൽ കൂടി തലയിൽ വെള്ളം കയറി. അത് കുളിച്ചാൽ പോകും. ഗോപാൽ, ചോദിക്കേണ്ടത് മറ്റൊരു കാര്യം, 8:10 ഈ അപകടം ഉണ്ടായതെന്ന് പറയുന്നു. ഇപ്പോൾ 2 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. കോസ്റ്റൽ ഗാർഡ് അടക്കമുള്ള ആളുകൾ അവിടെ തെരച്ചിലിനായി എത്തിയിട്ടുണ്ടോ? ആരൊക്കെയാണ് ഇപ്പോൾ തെരച്ചിലിനായി രംഗത്തുള്ളത്? ഈ കോസ്റ്റൽ ഗാർഡ് അടക്കമുള്ളവർ തെരച്ചിലിൽ എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ പോലീസിൻ്റെ ഒരു വള്ളവും പിന്നെ ഈ പ്രാദേശികമായിട്ടുള്ള മത്സ്യത്തൊഴിലാളികളുമാണ് ഇവിടെ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരിപ്പോൾ അദ്ദേഹം നമ്മോട് വ്യക്തമാക്കുകയും ചെയ്തു. അതായത് ഈ പോലീസിൻ്റെ മറ്റ് തെരച്ചിലുള്ള സംവിധാനങ്ങളൊക്കെ എത്തുന്നതേ ഉള്ളൂ എന്ന തരത്തിലേക്ക് അദ്ദേഹം തന്നെ നമ്മോടൊപ്പം ഇപ്പോൾ വ്യക്തമാക്കുകയുണ്ടായി. ഈ 8:10 അപകടമുണ്ടായി 2 മണിക്കൂറോളം പിന്നിട്ടിട്ടും എന്തുകൊണ്ട് അത്തരത്തിലൊരു കാര്യക്ഷമമായ ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്ന ചോദ്യം ജെൽസി ചോദിച്ചത് പോലെ തന്നെ നമ്മൾ ഈ ഘട്ടത്തിൽ ചോദിക്കേണ്ടതായിട്ട് ഉണ്ട്. അതിനോടൊപ്പം തന്നെ ഈ അപകടം നടക്കുന്ന പ്രദേശം ഈ ശംഖുമുഖത്ത് അധികം ഈ അടുത്ത കാലത്തായി അധികം അങ്ങനെ അപകടങ്ങൾ ഒരു തുടർച്ചയായി കണ്ടുകൊണ്ടിരിക്കുന്നില്ല. എന്നാൽ ഈ റോഡ് കയറുന്നതും അതിനോടൊപ്പം കടൽക്ഷോഭം രൂക്ഷമാകുന്നതും കടൽ കരയിലേക്ക് കയറുന്നതും എല്ലാം ശംഖുമുഖത്ത് നിത്യക്കാഴ്ചയാണ്. ഒരു ഘട്ടത്തിൽ കടുത്ത മഴയുണ്ടാകുന്ന ഘട്ടത്തിലെല്ലാം തന്നെ ഇത്തരത്തിൽ വലിയ തരത്തിലേക്കുള്ള പ്രശ്നങ്ങൾ ശംഖുമുഖത്ത് ബാധിക്കപ്പെട്ടതാണ്. അതിൻ്റെയൊക്കെ ഈ തെളിവുകളാണ്
നമുക്ക് ഈ മുന്നിലൊക്കെ കാണാൻ സാധിക്കുന്നത്. ഈ ഗോപാല, ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത് അതായത് കരയ്ക്ക് സമീപത്ത് തന്നെയാണ് അപകടത്തിൽപ്പെട്ടത്. അധിക ദൂരം പോയിട്ടില്ല. അപകടത്തിന്റെ ദൃശ്യങ്ങൾ കാണാം. അപ്പോൾ വളരെ കാര്യക്ഷമമായി വളരെ പെട്ടെന്ന് തന്നെ അടുത്ത മണിക്കൂറുകളിൽ തന്നെ ഒരുപക്ഷെ രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നെങ്കിൽ വളരെ പെട്ടെന്ന് കണ്ടെത്താൻ സാധിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോഴും രക്ഷാപ്രവർത്തനത്തിന്റെ കാര്യമായ ദൃശ്യങ്ങളൊന്നും നമുക്ക് വരുന്നില്ല. എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിന്റെ ദൃശ്യമായി നമുക്ക് പറയാനുള്ളത് അവിടെ ഒരു 2 ബോട്ടുകൾ അവിടെ രക്ഷാപ്രവർത്തനം ആ സ്ഥലത്ത് തന്നെയാണ്. നമുക്ക് ഇവിടെ നിന്ന് തന്നെ നേരിട്ട് കാണാൻ സാധിക്കുന്ന, അങ്ങ് ഏറിപ്പോയാൽ ഒരു 200 മീറ്ററിൽ താഴെ ദൂരം മാത്രമാണ് അങ്ങോട്ടേക്ക് ഉള്ളത്. അവിടെ വെച്ചാണ് ഈ അപകടം ഉണ്ടാകുന്നത്. കരയിൽ നിന്ന് ഇവിടെയുള്ള മത്സ്യത്തൊഴിലാളികൾ തന്നെ ഫോൺ ഉപയോഗിച്ച് ചിത്രീകരിച്ച ദൃശ്യങ്ങളാണ്. അപ്പോൾ നമുക്കതിൻ്റെ വ്യാപ്തി എത്ര ദൂരം ഉണ്ടായിരുന്നു ഈ അപകടത്തിലേക്ക് എനിക്കിവിടെ നിന്ന് നേരിട്ട് കാണാൻ പറ്റുന്ന ദൂരത്തിൽ മാത്രമാണ് ഈ അപകടം നടന്നിരിക്കുന്നത്. അദ്ദേഹവും പറയുന്നുണ്ട് ഇവിടെ നിന്ന് പുറപ്പെട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അതോടൊപ്പം അദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ അപകടം നടന്ന് ഏറെ നേരം ഏകദേശം 5 മിനിറ്റോളം അവർ ഒന്നിച്ചാണ് നീന്തിയത്. കര ലക്ഷ്യമാക്കി ഒന്നിച്ചാണ് നീന്തിയത്. പിന്നീട് എപ്പോഴോ ആണ് അദ്ദേഹത്തെ കാണാതായത്. അത് എപ്പോഴാണ് എന്നുള്ള കാര്യത്തിലാണ് ഈ സംശയം ഇപ്പോഴും ഉള്ളത്. അദ്ദേഹത്തിന് ഒരു ഘട്ടത്തിൽ ശക്തമായ തിരമാല അടിച്ചപ്പോൾ അത് അദ്ദേഹത്തിന്റെ മൂക്കിലും വായിലും എല്ലാം കയറുകയും തലയ്ക്ക് സാരമായ പരിക്കേൽക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കൂടെ ഒരാളെ കൂടി രക്ഷിച്ചുകൊണ്ട് നീന്താൻ പറ്റുന്ന ആരോഗ്യസ്ഥിതി ഉണ്ടായിരുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഒന്നിച്ചുണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം കരുതിയത്. എന്നാൽ പിന്നീട് ഒരു ഘട്ടത്തിൽ 2 പേരിൽ ഒരാളെ കാണാതായി. അദ്ദേഹം കരയ്ക്കെത്തി ആദ്യം അന്വേഷിച്ചതും കൂടെ ഉണ്ടായിരുന്ന മഹേഷിനെ തന്നെയാണ്. പക്ഷേ ജെൽസി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ 2 മണിക്കൂർ പിന്നിട്ടും ഈ രക്ഷാപ്രവർത്തനം അത്ര ദ്രുതഗതിയിൽ നടക്കുന്നുണ്ടോ എന്ന സംശയമുണ്ട്. നമുക്കിപ്പോൾ ഇവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ലൈഫ് ഗാർഡ് ഒരു ചേട്ടൻ നമ്മോടൊപ്പം ഉണ്ട്. ചേട്ടൻ ഈ അപകടം നടക്കുമ്പോൾ ഇവിടെ കരയിലുണ്ടായിരുന്നു. ചേട്ടൻ ഇത് കണ്ടിരുന്നു? വെള്ളം അവിടെ നിന്നാണ് തള്ളിപ്പോയത്. ആ സൈഡിൽ നിന്നാണ് അവർ പുറപ്പെട്ടു പോയി ആ തിരമട കഴിഞ്ഞ് കുറച്ചുള്ളിലായതും വലിയൊരു തിര വന്ന് അടിച്ച് വെള്ളം കമത്തി 2 പേരും കടലിൽ വെള്ളത്തിലായി കരയ്ക്ക് നീന്തി വരണ വരവിൽ ഒരാളിനെ കാണാനില്ല. വീണപ്പോൾ 2 പേരെയും കണ്ടിരുന്നു. ഇവിടുന്ന് ഇപ്പോ രക്ഷാപ്രവർത്തനത്തിന് ആരാ, നാട്ടുകാർ തന്നെയാണോ? രക്ഷാപ്രവർത്തനത്തിന് ആരുമില്ലായിരുന്നു. രക്ഷാപ്രവർത്തനം ആ പുള്ളി ഇനി കര വന്നപ്പോൾ കിടന്ന് വിളിച്ച് ഞാനാണ് ചാടിപ്പോയി രക്ഷാപ്രവർത്തനം പുള്ളിയൊക്കെ ഇറക്കി കൊണ്ടുവന്നത്. മറ്റേത് ആരും പോകാൻ പറ്റില്ല. ഒഴുക്കിന് എടുത്ത് തള്ളിക്കളഞ്ഞു. ഒഴുക്ക് വലിച്ചിട്ട് പറ്റണം. തെരച്ചിൽ ആരാ നടത്തുന്നത്? നാട്ടിലുള്ള വള്ളങ്ങളൊക്കെ തന്നെ അറിയിച്ചതിന് മേല് വരെ ഉള്ളൂ തെരച്ചിലിന്. കോസ്റ്റൽ പോലീസ് ഇതുവരെ വന്നിട്ടില്ല. വീടിന് തിരിച്ചെന്ന് പറഞ്ഞു. 2 മണിക്കൂറായി അപകടം നടന്നിട്ട്. 2 മണിക്കൂർ. അപ്പം തന്നെ ഒരു തെരച്ചിൽ നടത്തിയായിരുന്നെങ്കിൽ 8:16 നടന്നത് സംഭവം. അത്രയായി. ഇതൊരു വിഴിഞ്ഞൊക്കെ തിരിച്ചെന്ന് പറഞ്ഞ് ഇതുവരെ കാണാൻ. ഇപ്പോൾ പോലീസുകാരെന്തെങ്കിലും പറഞ്ഞോ? പോലീസിന്റെ ഭാഗത്തുനിന്ന് പോലീസിന്റെ എല്ലാം അറിയിച്ചു കഴിഞ്ഞു. അവർ ഒരു ഇതില്ല. 8 അപകടം നടന്ന അപ്പം തന്നെ കോസ്റ്റൽ പോലീസിനെ അറിയിച്ചിരുന്നു? ഇല്ല, നമ്മൾ തന്നെ അറിയിച്ചു. എന്താ പറഞ്ഞവര്? നമ്മുടെ സാറുമാർ വരും എന്ന് പറഞ്ഞു. ആ വിഴിഞ്ഞത്തെ അറിയിച്ച് ഇങ്ങനെ പെട്ടെന്ന് വരും എന്ന് പറഞ്ഞു. ഇതുവരെ വന്നില്ല. ഇതുവരെ എത്തിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ സമയം വൈകും തോറും അത് പ്രശ്നമല്ലേ? പ്രശ്നമാണ്. ഇനിയിപ്പം പ്രേതത്തെ എപ്പം കിട്ടുന്നു? 3 ദിവസം കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ രക്ഷാപ്രവർത്തനം താമസിക്കും തോറും അത് കൂടുതൽ പ്രശ്നമാവില്ലേ? ശരി, രക്ഷാപ്രവർത്തനം താമസിക്കുന്ന പ്രശ്നമാണ്. എണ്ണിപ്പറയും ഓരോ വോട്ടും. ജൂൺ 4 മീഡിയ 1-നൊപ്പം.